ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എസ് എ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു ഗോൾഡൻ കളർ ബീഡ്സും റെഡ് കളർ ബീഡ്സും പിന്നെ സെൻറ്ററിൽ ഇടാനുള്ളൊരു ബീഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇലാസ്റ്റിക് വയറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ആ 2 ഇലാസ്റ്റിക് വയറിൻ്റെയും സെൻറ്ററിലേക്കായിട്ട് ആ സെൻറ്ററിൽ വെക്കാനുള്ള ബീഡ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് കയറ്റി കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ കയറ്റിയിട്ട് ഏകദേശം സെൻറ്ററിലായിട്ട് വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് രണ്ടുണ്ടല്ലോ ഇലാസ്റ്റിക് വയർ, അത് രണ്ടും കൂടിയും കയ്യിൽ പിടിച്ചിട്ട് അതിലേക്ക് ആ ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. ഇനി 2 സൈഡിലും 2 ഇലാസ്റ്റിക് വയർ ഉണ്ടല്ലോ, രണ്ടിലും 3 മുത്തുകൾ വീതം, 3 റെഡാണ് ഇടുന്നത്, 3 റെഡ് വീതം 2 സൈഡിലും ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ 3 എണ്ണം, മറ്റേ സൈഡിലും 3 എണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും രണ്ടും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ബീഡ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ്, ഈ കോഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ബ്രേസ്ലെറ്റിന് എത്ര ലെങ്ത്ത് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബീഡിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെയാ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ, ഞാൻ ഇവിടെ 3 എണ്ണമാണ് ചെയ്യുന്നത്. 3 എണ്ണം വീതമുള്ള 3 സെക്ഷനായിട്ടാണ് 2 സൈഡിലായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ ചില ബീഡ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഡ്സിൻ്റെയൊക്കെ ഹോൾ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ ശരിയാവില്ല, ഹോൾ അടഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബീഡ്സൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പോരാത്തതിന് ഈ ഇലാസ്റ്റിക് വയർ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാ നൂലിലോ അല്ലെങ്കിൽ മറ്റേ കോപ്പർ വയറിലൊക്കെ മുത്തിടണ അത്രയും വേഗത്തിൽ നമുക്ക് ഇടാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ 3 എണ്ണം വെച്ചിടുക, ഗോൾഡൻ ബീഡ് ഇടുക. ഞാൻ നടുക്ക് ആ മയിൽപ്പീലി ആയതുകൊണ്ടാണ് കേട്ടോ റെഡ് ആൻഡ് ഗോൾഡൻ്റെ ആ ഒരു കോംബോ എടുത്തത്. നിങ്ങൾക്ക് ഏത് കളർ മുത്ത് വേണമെങ്കിൽ എടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ കസ്റ്റമർ പ്രിഫർ ചെയ്തത് ഇതാണ്. അപ്പോൾ എനിക്കും തോന്നി മയിൽപ്പീലിക്ക് ഇതാകുമ്പോൾ ഒരു മഞ്ചാടി ലുക്കൊക്കെ ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ കോമ്പിനേഷൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അപ്പുറത്തെ സൈഡിലും 3 എണ്ണം വെച്ച് 3 എണ്ണം ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ചിടണം കേട്ടോ. ആ മുത്തൊക്കെ വീണ് പോകുന്ന, അതിലൊന്നും ഹോളില്ലാത്ത മുത്തുകളാണ്. നമ്മളിപ്പോൾ ഒരു 50 മുത്ത് വാങ്ങിയാൽ ചിലപ്പോൾ ഒരു 10 മുത്തും അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ മുത്തുകൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് അത്ര സ്പീഡ് കിട്ടില്ല, നമ്മൾ ഉദ്ദേശിച്ച സ്പീഡിലൊന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് സെൻറ്ററിലേക്ക്, ആ ഒരു സെൻറ്ററിലുള്ള പേളിൻ്റെ അടുത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതാണ് ജമ്പ് റിങ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കില്ലേ, അപ്പോൾ ഇത് ഒരു സൈഡിലിട്ടിട്ട് നന്നായിട്ട് ടൈ ചെയ്ത് കെട്ടുക. നന്നായിട്ട് ടൈ ചെയ്യണേ. കാരണം എന്താ വെച്ചാൽ ഇത് ഇലാസ്റ്റിക് കോഡല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അഴിഞ്ഞു പോരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് 2-3 വട്ടം അതിൽ കൂടെ ഇട്ട് കെട്ടണം കേട്ടോ. അല്ലെങ്കിൽ അത് നല്ല ലൂസായിട്ട് ഇങ്ങനെ അഴിഞ്ഞു പോരും. നല്ല വലിച്ച് കെട്ടുക, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മുറിച്ച് കളയുക. ഞാൻ മുറിച്ചപ്പോൾ കണ്ടോ കുറച്ച് ഭാഗം അവിടെ നിർത്തിയേക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഭാഗം ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ലൈറ്റർ എന്തെങ്കിലും വെച്ചൊന്ന് ഉരുക്കി കൊടുക്കുക. പിന്നെ അഴിഞ്ഞു പോന്നാലും അതവിടെ നിന്നോളും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ കുറച്ച് ബാക്കി വെച്ചേക്കണത്. ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ നമ്മൾ ജമ്പ് റിങ് ഇട്ട് കൊടുക്കുക. ഇവിടെ ആകുമ്പോൾ 2 കൂടി ഇടാതെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് മറ്റേതുകൊണ്ട് കെട്ടുക. കണ്ടോ, ഇങ്ങനെ കെട്ടുക. അപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടുന്നത്. അപ്പോൾ അതും ഇങ്ങനെ കെട്ടിയെടുക്കുക. ഈ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത്ത് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക. അവിടെ നമുക്കൊന്ന് ഉരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നിന്നോളും, അഴിഞ്ഞു പോരില്ല, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ കുറച്ചുകൂടി ജമ്പറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നീളം കൂട്ടാനും കുറയ്ക്കാനായിട്ട്. പിന്നെ ഒരു കൊളുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ജമ്പറിങ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അതിങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ വെറുതെ ഒന്ന് കയ്യിലിട്ട് നോക്കിയതാണേ, ഭംഗിയുണ്ടോ എന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.